2025 നവംബർ 8-ാം തീയതി കേരളക്കരയ്ക്ക് ഒരു പുണ്യദിനമാണ്. 19-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ നവോത്ഥാന നായികയായ ധന്യ മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അമ്മ ദൈവത്തെ പൂർണ്ണമായും തന്നെയും അറിഞ്ഞവളാണ്. അമ്മയുടെ സിദ്ധി ഇന്ന് തിരുസഭ അംഗീകരിക്കുകയാണ്. അമ്മ ഇന്ന് മക്കൾക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുക. നിങ്ങളെ തന്നെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദാനവും സ്നേഹവും കരുണയും മറക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് ദൈവം ഈ ജന്മം നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ എന്നും പ്രകാശമായി പ്രഭ ചൊരിയുന്നതിനു വേണ്ടിയിട്ടാണ്. ഏലീശോമ്മ ദിവ്യസക്രാരിയിലെ ഒരു കിടാവിളക്കായിരുന്നു. പരിശുദ്ധ കുർബാനയെ പ്രണയിച്ച് ജീവിതത്തെ ധന്യമാക്കിയ ഏലീശോമ്മയുടെ മാതൃക ഏവർക്കും അനുകരണീയമാണ്. ഏലീശോമ്മ ഇന്ന് നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുക. അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് വിജയകരമായി തീർക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയോട് ഒപ്പം നിന്നുകൊണ്ട് ഈ നവംബർ 8-ൻ്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി തീരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം.